നമസ്കാരം കൂട്ടുകാരെ, 2023 പുറത്തിറങ്ങിയ ടർക്കിഷ് ചലച്ചിത്രം ദ ലാസ്റ്റ് കോൾ ഫോർ ഇസ്താംബുളിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് ന്യൂയോർക്ക് എയർപോർട്ടിൽ നിന്നുമാണ്. ടർക്കിയിലെ ഇസ്താൻബുളിൽ നിന്നുമുള്ള വിമാനം അവിടെ പറന്നിറങ്ങിയിരിക്കുന്നു. ആ വിമാനത്തിലായിരുന്നു റയാൻ എന്ന യുവാവും സമാന്തി എന്ന യുവതിയും ന്യൂയോർക്ക് നഗരത്തിലേക്ക് വന്നിറങ്ങിയത്. ബാഗ് കളക്ട് ചെയ്യാൻ അവർ കാത്തുനിൽക്കാൻ തുടങ്ങി. ആ സമയത്തായിരുന്നു ഇരുവരുടെയും കണ്ണുകൾ ഉടക്കുന്നതും. എന്തോ വല്ലാത്തൊരു താല്പര്യം അവർക്ക് പരസ്പരം തോന്നുന്നുണ്ട്. പലവുരുവുള്ള അവരുടെ നോട്ടത്തിൽ നിന്നും അത് വ്യക്തമാകുന്നുമുണ്ടായിരുന്നു. പക്ഷെ ഒരു സംഭവം പറ്റി. ബാഗ് കളക്ട് ചെയ്യുമ്പോൾ സമാന്തയുടെ ബാഗ് മാറിപ്പോയിരുന്നു. സമാന്തയുടെ അതേപോലുള്ള ബാഗ് എടുത്ത് മറ്റൊരാൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞു. റയാൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സമാന്തയുടെ അടുത്തേക്ക് സഹായത്തിനെന്ന വണ്ണം റയാൻ എത്തിച്ചേരുകയാണ്. ഒന്നുമില്ലെങ്കിലും ഒരു രാജ്യക്കാരാണല്ലോ, എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചറിഞ്ഞ റയാൻ സമാന്തയെ ഹെൽപ്പ് ചെയ്യാം എന്നേറ്റു. നഷ്ടപ്പെട്ടുപോയ പെട്ടിയിലായിരുന്നു സമാന്തയുടെ പേഴ്സും മൊബൈൽ ഫോണും ഒക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ റയാന്റെ ഹെൽപ്പ് സ്വീകരിക്കാനും സമാന്ത തയ്യാറാവുകയാണ്. തങ്ങൾക്ക് കിട്ടിയ ട്രോളി ബാഗ് സമാന്തയും റയാനും തുറന്നു നോക്കി. അതിനുള്ളിൽ നിന്നും അവർക്കൊരു ഷോപ്പ് അഡ്രസ് ലഭിച്ചു. അതിലെ ഫോൺ നമ്പറിൽ അവർ കണക്ട് ചെയ്തെങ്കിലും മറുപടിയൊന്നും ലഭിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു ആൻസറിംഗ് മെഷീൻ ആയിരുന്നു മറുപടികൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതോടെ ന്യൂയോർക്കിലുള്ള ആ ഷോപ്പിലേക്ക് തന്നെ പോയി നോക്കുവാൻ അവരിരുവരും തീരുമാനിക്കുന്നു. അവരാ ഷോപ്പിലെത്തിയതും ബാഗ് കൊണ്ടുപോയ മനുഷ്യനെ പറ്റി വ്യക്തമായ വിവരങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട്. സമാന്തയുടെ സ്യൂട്ട് കേസ് ഉള്ള വ്യക്തി അവിടെ ഒരു ഹോട്ടലിലായിരുന്നു ഉണ്ടാവുക. വിവരം ലഭിച്ചതും റയാനും സമാന്തയും ആ ഹോട്ടലിലേക്ക് പുറപ്പെടുന്നു. ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കുന്നു. പക്ഷെ അവർ പറയുന്ന വ്യക്തി പുറത്തുപോയെന്നും അടുത്ത ദിവസമേ തിരികെയെത്തുള്ളൂ എന്നും ഹോട്ടലിൽ നിന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. അതോടെ മറ്റു വഴികളില്ലാതെ അന്നത്തെ ദിവസത്തേക്ക് അവിടെ തങ്ങുവാൻ സമാന്ത തീരുമാനിക്കുന്നു. ആ ഹോട്ടലിൽ സമാന്ത ഒരു റൂം ബുക്ക് ചെയ്യുകയാണ്. റയാനാകട്ടെ സമാന്തയുടെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ ആരംഭിച്ചു. പക്ഷെ പിന്നീട് അങ്ങനെ പോകാതെ അവൻ പെട്ടെന്ന് തിരികെ വന്നു. എങ്ങാനും നാളെ ആ വ്യക്തി തിരികെ വന്നില്ലെങ്കിൽ സമാന്തയുടെ പക്കലാണെങ്കിൽ പണവുമില്ലല്ലോ, എന്തു ചെയ്യും എന്നൊക്കെ ചോദിച്ച റയാൻ താനും ഒരു ദിവസം വെയിറ്റ് ചെയ്യാം, അതേ ഹോട്ടലിൽ റൂം എടുത്ത് തങ്ങാം എന്ന് സമാന്തയോട് സംസാരിക്കുകയാണ്. വൈകാതെ അത്തരത്തിൽ റയാൻ അവിടെ റൂം എടുക്കുകയും ചെയ്തു. പക്ഷേ യാഥാർത്ഥ്യത്തിൽ റയാന് സമാന്തയുടെ മേലുള്ള ഒബ്സഷൻ വ്യക്തമാകുന്നുണ്ടായിരുന്നു. റൂം എടുക്കുന്ന സമയം റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ള സ്ത്രീ അവർക്ക് അതേ ഹോട്ടലിലെ റൂഫ് ടോപ്പ് ബാർ സജസ്റ്റ് ചെയ്തു. മികച്ച ആംബിയൻസും സൗകര്യങ്ങളുമുള്ള ഒന്നാണതെന്നും വിസിറ്റേഴ്സ് എല്ലാവരും വിസിറ്റ് ചെയ്യാറുണ്ട്, നിങ്ങളും അവിടെ വിസിറ്റ് ചെയ്യൂ എന്നും ആ ലേഡി കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തായാലും റൂം കീയും എടുത്ത് സമാന്തയും റയാനും അവിടെ നിന്ന് റൂമിലേക്ക് പോവാൻ തുടങ്ങി. പോകുന്ന വഴിയിൽ സെറിൻ സമാന്തയോട് റൂഫ് ടോപ്പ് ബാറിൽ പോയി ഒന്നിച്ചോരോ ഡ്രിങ്ക് കഴിക്കുന്നതിനെ പറ്റി എന്തു പറയുന്നു എന്ന് ചോദിച്ചു. സമാന്തയ്ക്കും അതിൽ താല്പര്യമൊക്കെ ഉണ്ടെങ്കിലും താനില്ലെന്നായിരുന്നു സമാന്ത മറുപടി പറഞ്ഞത്. ആ ഒരു അവസരത്തിൽ അങ്ങനെ ന്യൂയോർക്കിലെ ഒരു ബാറിൽ പോകുന്നതൊക്കെ കുറച്ച് കടന്ന കൈയായി പോകും എന്നും സമാന്ത കൂട്ടിച്ചേർക്കുന്നുണ്ടായിരുന്നു. വൈകാതെ അവർ എലിവേറ്ററിലേക്ക് കയറി. അവിടെ വെച്ച് സമാന്ത റയാനോടൊരു ചോദ്യം ചോദിച്ചു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഞാൻ നിങ്ങളോടൊപ്പം ബാറിൽ മദ്യപിക്കാൻ പോന്നാൽ അത് നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? പക്ഷേ റയാനെ സംബന്ധിച്ചിടത്തോളം റയാൻ ഭാര്യയോട് ഏറെ ലോയലായ വ്യക്തിയായിരുന്നു. തനിക്ക് ദുരുദ്ദേശമൊന്നുമില്ലെന്നും സ്വാഭാവിക രീതിയിൽ ഒരു ഡ്രിങ്ക് കഴിക്കാൻ മാത്രമാണ് ക്ഷണിച്ചത് എന്നും റയാൻ വ്യക്തമാക്കി. പക്ഷേ ലിഫ്റ്റിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ സമാന്ത ഒരു മറുപടി പറഞ്ഞു. ഒരുപക്ഷെ ശരിയായിരിക്കും, നിങ്ങൾക്ക് ദുരുദ്ദേശമൊന്നും ഉണ്ടാകില്ല, പക്ഷേ എനിക്ക് അത്തരത്തിലെന്തെങ്കിലും ഉണ്ടെങ്കിലോ? ആ ചോദ്യം റയാനെ ഒന്ന് ഞെട്ടിക്കുന്നുണ്ട്. അവിടെ നിന്നും അവരിരുവരും അവരുടേതായ റൂമുകളിലേക്ക് പോയി. യാത്രാക്ഷീണം നല്ലോണമുണ്ടായിരുന്നു. ഇരുവരും ഫ്രഷായി വന്നു. പിന്നാലെ റയാൻ നേരെ റൂഫ് ടോപ്പ് ബാറിലേക്ക് പോയി ഒരു ഡ്രിങ്ക് ഓർഡർ ചെയ്തിരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മോഡേൺ വസ്ത്രം ധരിച്ച് കടന്നു വരുന്ന സമാന്തയെ അയാൾ കാണുന്നത്. കണ്ണെടുക്കാതെ റയാൻ സമാന്തയെ നോക്കി നിന്നു. റൂഫ് ടോപ്പ് ബാറിൽ വെച്ച് ഇരുവരും തങ്ങളെപ്പറ്റി കൂടുതലായി സംസാരിക്കാൻ തുടങ്ങി. താൻ ന്യൂയോർക്കിൽ ജോലി സംബന്ധമായ ആവശ്യത്തിന് വന്നതാണെന്നും ജുവല്ലറീസും ആക്സസറീസും ഒക്കെ ഡിസൈൻ ചെയ്യുന്ന ജോലിയാണ് തന്റേതെന്നും ഇവിടെ തനിക്കൊരു കോൺട്രാക്റ്റും ചെറിയ ജോലി സാധ്യതയും ബിസിനസ് സാധ്യതയും ഒക്കെ തെളിഞ്ഞിട്ടുണ്ടെന്നും അതിന്റെ ആവശ്യത്തിനാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നും സമാന്ത വ്യക്തമാക്കി. അവർ തമ്മിൽ പല കാര്യങ്ങളെപ്പറ്റിയും സംസാരിച്ചുകൊണ്ടേയിരുന്നു. തുടർന്നുള്ള സംസാരത്തിൽ സമാന്തയുടെ സ്യൂട്ട് കേസ് കിട്ടുന്നവരെ അവിടെ തുടരാം എന്ന് റയാൻ പറയുകയാണ്. സ്യൂട്ട് കേസ് കിട്ടിക്കഴിഞ്ഞ് പിരിഞ്ഞാൽ അവർ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവുകയില്ല. രണ്ട് അപരിചിതരായി അവർ പിരിഞ്ഞു പോകും. അതൊരു നല്ല ഐഡിയയായി സമാന്തയ്ക്കും ഫീൽ ചെയ്തു. അതോടെ സമാന്തയും തന്നെപ്പറ്റി കൂടുതൽ ഓപ്പണായി മറ്റും സംസാരിക്കാനും തന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്ത് ബിഹേവ് ചെയ്യാനുമൊക്കെ ആരംഭിച്ചു. അവരിരുവരും ലവിനെ പറ്റിയും മാരേജിനെ പറ്റിയും ഒക്കെ സംസാരിച്ചു. നിങ്ങൾ വിവാഹ
വിവാഹം കഴിച്ചിട്ട് ഇപ്പോ കുറച്ചു കാലമായിട്ടുണ്ടാവില്ലേ? ഇതിനു മുമ്പ് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഭാര്യയെ വഞ്ചിച്ചിട്ടുണ്ടോ? റയാൻ പറഞ്ഞു, ഒരിക്കലുമില്ല. വിവാഹത്തിന് ശേഷം ഞാൻ എന്റെ ഭാര്യയെ ഒരിക്കലും ചതിച്ചിട്ടേയില്ല. അങ്ങനൊരു ഉദ്ദേശമൊക്കെ എനിക്കുണ്ടെങ്കിൽ ഞാൻ ഈ വിവാഹമെന്ന സംഗതിയെ വേണ്ടെന്ന് വെക്കുമായിരുന്നു. പിന്നെ വിവാഹത്തിന് ശേഷം എന്റെ ഉള്ളിൽ അങ്ങനെ എന്തെങ്കിലും തോന്നലുണ്ടായാൽ തന്നെ ഞാൻ ആ വിവാഹം നീട്ടിക്കൊണ്ടുപോവില്ല. ആദ്യമേ ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടാകും. ഇതുവരേക്കും അത്തരത്തിലൊരു സാഹചര്യം എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ട് പോലുമില്ല. പക്ഷെ റയാന്റെ പെരുമാറ്റവും കാര്യങ്ങളുമൊക്കെ ശ്രദ്ധിച്ചിരുന്ന സമാന്ത അത് വിശ്വസിക്കാൻ അത്രയ്ക്ക് കൂട്ടാക്കുന്നില്ല. എന്തായാലും സത്യം തന്നെ പറയാനും നമ്മളാകെ ഇന്നൊരു ദിവസം മാത്രമല്ലേ ഒന്നിച്ചുള്ളത് എന്നും സമാന്ത ആ സമയം റയാനോട് പറയുന്നുണ്ട്. പക്ഷെ റയാൻ പറഞ്ഞ കാര്യങ്ങളിൽ റയാന് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അവരിരുവരും ഒന്നിച്ച് ആ രാത്രിയിൽ ന്യൂയോർക്ക് സിറ്റി ചുറ്റി കാണുവാനിറങ്ങുന്നു. ബസ്സിൽ അവർ യാത്ര ചെയ്യുന്ന സമയം ഒരു വ്യക്തി അവരുടെ ചിത്രം വരച്ച് അവർക്ക് കൊടുക്കുന്നുണ്ട്. കൗതുകം നിറഞ്ഞ ആ ചിത്രം ഇരുവരെയും സന്തോഷിപ്പിച്ചിരുന്നു. പക്ഷെ ബസ്സിൽ നിന്നിറങ്ങുമ്പോൾ അവർക്കൊരു അബദ്ധം പറ്റി. സമാന്ത തെറ്റായി ഇടത്തിറങ്ങി. റയ്യാനാകട്ടെ ബസ്സിനുള്ളിൽ ഇറങ്ങാൻ പറ്റാതെ പെട്ടുപോവുകയും ചെയ്തു. ഒറ്റപ്പെട്ട് പ്രശ്നബാധിത പ്രദേശത്തിറങ്ങിയ സമാന്തയെ അവിടുണ്ടായിരുന്ന പ്രശ്നക്കാരായ ആളുകൾ ടീസ് ചെയ്യാനും മറ്റും ആരംഭിക്കുകയാണ്. ഭാഗ്യവശാൽ കാര്യങ്ങൾ വഷളാകുന്നതിന് മുമ്പേ ബസ്സിൽ നിന്നിറങ്ങി റയ്യാൻ അങ്ങോട്ടേക്ക് ഓടിയെത്തിയിരുന്നു. സമാന്തയുടെ ഭർത്താവിനെ പോലെ റയ്യാൻ ബിഹേവ് ചെയ്തു. അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചു. പ്രശ്നക്കാരനായ വ്യക്തി കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവാതിരിക്കുവാൻ അയാൾക്ക് പണമടക്കം റയ്യാൻ ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ പണമൊക്കെ കൊടുത്ത് സമാന്തയെ സുരക്ഷിതമായി റയ്യാൻ മോചിപ്പിച്ച് കൊണ്ടുവരികയാണ്. പക്ഷെ ആ പ്രശ്നക്കാരൻ വ്യക്തി സമാന്തയ്ക്ക് പിന്നാലെ വീണ്ടും വരാൻ തുടങ്ങി. അതോടെ പിന്നെ നോക്കി നിൽക്കാൻ റയ്യാന് സാധിക്കുമായിരുന്നില്ല. റയ്യാൻ അയാളെ കടന്നാക്രമിച്ചു, അടിച്ച് താഴെ വീഴ്ത്തി. വൈകാതെ നമുക്കിനി ഇവിടെ തുടരണ്ട, ഹോട്ടലിലേക്ക് തിരികെ പോകാം എന്ന് റയ്യാൻ പറഞ്ഞെങ്കിലും അതൊക്കെ എൻജോയ് ചെയ്യുകയായിരുന്ന സമാന്ത ഇപ്പോൾ പോകണ്ടെന്നും കുറച്ചുനേരം കൂടി ആസ്വദിക്കാം എന്ന് പറയുകയാണ്. ആദ്യമായും അവസാനമായും ഇന്നത്തേക്ക് കാണുന്ന രണ്ട് അപരിചിതരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന തരത്തിൽ എന്തെങ്കിലും കൗതുകം നിറഞ്ഞ കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ സമാന്ത നിർദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ അവർ ന്യൂയോർക്ക് നഗരത്തിലൂടെ കാഴ്ചകൾ കണ്ട് നടക്കാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ അവിടെ നടക്കുന്ന ഒരു ഓർഗാസം ഇവന്റിലേക്കും അവർ കടന്നു ചെല്ലുകയാണ്. അതൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. സ്ത്രീകൾ വളരെ വൾഗറായി ബാർ ഡാൻസറെ പോലെ ഡാൻസ് ചെയ്യും. മികച്ച സ്കോർ ലഭിക്കുന്നവർ അതിൽ വിജയിക്കുകയും ചെയ്യും. സമാന്തയ്ക്ക് അതിൽ കൗതുകം തോന്നി. അതിൽ പങ്കാളിയാവാൻ സമാന്ത തീരുമാനിക്കുകയാണ്. അങ്ങനെ കോമ്പറ്റീഷൻ നടക്കുന്നിടത്തേക്ക് കടന്നു ചെന്ന് സമാന്ത അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിശയത്തോടെയും നെട്ടലോടെയുമായിരുന്നു റയ്യാൻ അതൊക്കെ നോക്കിക്കണ്ടത്. ആ പ്രോഗ്രാമിൽ സമാന്ത വിജയിക്കുകയും ചെയ്തു. കളിച്ചിരി തമാശകളോടെ ഒരുപാട് സമയം വീണ്ടും കടന്നുപോയി. ഒടുവിൽ അവരൊന്നിച്ച് വീണ്ടും ഹോട്ടലിലേക്ക് മടങ്ങിയെത്തുകയാണ്. പക്ഷെ അപ്പോഴേക്കും അവരിരുവരും ഒരുപാട് മദ്യപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. യാത്ര പറഞ്ഞിറങ്ങാൻ പോയ സമാന്തയെ റയ്യാൻ വലിച്ച് തന്നോടടുപ്പിച്ചു. ഇരുവരുടെയും മൂടുപടം മഴഞ്ഞു വീഴുകയും അവരിരുവരും ഒന്നാവുകയും ചെയ്യുകയായിരുന്നു. അന്ന് രാത്രി അവർ ഇന്റിമേറ്റായി ഇടപഴകുകയും ഒന്നിച്ച സമയം ചിലവഴിക്കുകയും ചെയ്തു. പക്ഷെ പിറ്റേന്ന് പകലിൽ തന്നെ സമാന്ത റയ്യാന്റെ റൂം വിട്ടിറങ്ങിയിരുന്നു. വീണ്ടും കാണണ്ട എന്നൊക്കെ അവൾ പറയുകയും ചെയ്തു. പക്ഷെ പുറത്തേക്ക് വന്ന റയ്യാനാകട്ടെ സമാന്തയെ സൈറൻ എന്ന് വിളിക്കാൻ തുടങ്ങി. മറുവശത്ത് പിന്നാലെ സമാന്തയുടെ സ്യൂട്ട് കേസും വന്നെത്തിയിരുന്നു. തന്റെ സ്യൂട്ട് കേസ് തുറന്ന് സമാന്ത അതിൽ നിന്നും ഫോൺ എടുത്തു. ഫോണിന്റെ വാൾപേപ്പറായി ഉണ്ടായിരുന്നത് സമാന്തയും റയ്യാനും ഒന്നിച്ചുള്ള ഒരു ചിത്രവുമായിരുന്നു. സമാന്ത അതിലേക്ക് അല്പനേരം നോക്കി നിന്നു. ആ നിമിഷമാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത്. സമാന്തയുടെ യഥാർത്ഥ പേര് സൈറൻ എന്നാണ്. റയ്യാന്റെ യഥാർത്ഥ പേരാകട്ടെ മെഹമ്മദ് എന്നും. യാഥാർത്ഥ്യത്തിൽ മെഹമ്മത്തും സൈറനും ഭാര്യ ഭർത്താക്കന്മാരാണ്. അപരിചിതരെ പോലെ ഇരുവരും ന്യൂയോർക്ക് നഗരത്തിലേക്ക് എത്തിയതിനും അത്തരത്തിൽ അപരിചിതരെ പോലെ തന്നെ പെരുമാറിയതിനും പിന്നിലൊക്കെ ഒരു ചെറിയ കഥ തന്നെയുണ്ട്. അവരിരുവരും ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്നവരായിരുന്നു. അന്ന് ആ ദിവസമായിരുന്നു ലോയറുടെ ഫോൺ കോൾ അവരിരുവർക്കും വന്നെത്തുന്നത്. ഡിവോഴ്സ് ഹിയറിംഗിന്റെ ഫൈനൽ ഡേറ്റും ലോയർ അവരിരുവരോടും അറിയിച്ചു. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സൈറനും മെഹമ്മത്തും ആദ്യമായി കണ്ട ദിവസം. ആദ്യ കാഴ്ചയിൽ തന്നെ സൈറന് മെഹമ്മത്തിനോട് പ്രണയം തോന്നിയിരുന്നു. ആ സമയത്ത് സൈറൻ ഒരു ബോയ് ഫ്രണ്ട് വരെയുണ്ട്. പക്ഷെ തന്റെ ബോയ് ഫ്രണ്ടിനെയൊക്കെ ഉപേക്ഷിച്ച് മെഹമ്മത്തിനെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന സൈറൻ മെഹമ്മത്തിന്റെ ഒപ്പം ജീവിക്കാൻ തീരുമാനിക്കുകയാണ്. അവരിരുവരും പ്രണയിതാക്കളായി ഒരുപാട് നാൾ ഒന്നിച്ച് പ്രണയിച്ചു നടന്നു. അത്രമേൽ സന്തോഷം നിറഞ്ഞ പ്രണയകാലമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ സൈറന് ന്യൂയോർക്കിൽ നിന്ന് വന്ന് മികച്ചൊരു ഫാഷൻ ഡിസൈൻ കോളേജിൽ നിന്നുള്ള ഒരു അഡ്മിഷൻ പോലും സൈറൻ വേണ്ടെന്ന് വെച്ചു. പരസ്പരം പിരിഞ്ഞ് ഇരുവർക്കും ജീവിക്കാൻ പറ്റുക പോലുമില്ലായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു
ദിവസം സൈറന്റെ അച്ഛൻ മെഹ്മത്തിനെ വിളിച്ചു വരുത്തി മെഹ്മത്തിനോട് കാര്യങ്ങൾ സീരിയസ് ആയി സംസാരിച്ചു. മെഹ്മത്ത് അപ്പോഴും മ്യൂസിക് റിലേറ്റഡ് കരിയറുമായി മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. സൈറൻ അവനു വേണ്ടി ന്യൂയോർക്കിൽ നിന്ന് വന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റി വേണ്ടെന്ന് വെച്ചതാണെന്നും നീ ഇനിയും ഇതുപോലെ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു നടന്നാൽ ശരിയാവില്ല, നല്ലൊരു ജോലിയിൽ പ്രവേശിച്ച് കാര്യങ്ങൾ നല്ല രീതിയിലാക്കണം എന്ന് സൈറന്റെ അച്ഛൻ പറയുകയാണ്. മെഹ്മത്തിന് മ്യൂസിക് ഉപേക്ഷിക്കൽ, തന്റെ ആ കരിയർ വിടൽ അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. എന്നിരുന്നാൽ തന്നെയും എല്ലാത്തിലും വലുതായി അവൻ സൈറനെയും തങ്ങളുടെ പ്രണയവും നോക്കി കണ്ടതുകൊണ്ട് മ്യൂസിക് ഉപേക്ഷിച്ച് ഒരു കമ്പനിയിൽ ജോലിക്കായി കയറുകയാണ്. വൈകാതെ അവരുടെ വിവാഹവും നടന്നു. പക്ഷേ കാര്യങ്ങളൊന്നും അത്രയ്ക്ക് പഴയ രീതിയിലായിരുന്നില്ല. പുതിയ ജോലിയിൽ മെഹ്മത്ത് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒന്നിച്ചുള്ള ജീവിതം അവരിരുവരും എൻജോയ് ചെയ്യുന്നുമുണ്ടായിരുന്നു. സൈറൻ തന്റെ ജോലിയിൽ അധികം ഫോക്കസ് ചെയ്തില്ല. ഇരുവരും വിട്ടുവീഴ്ചകൾ ചെയ്തതുകൊണ്ട് തന്നെ ഇരുവരുടെയും ജീവിതം ആദ്യകാലങ്ങളിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോയി. സന്തോഷവും പ്രണയവും അവർക്കുള്ളിൽ നിറഞ്ഞു നിന്നിരുന്നു. പക്ഷേ തന്റെ പാഷൻ വിട്ട് സൈറൻ ജോലി ചെയ്യൽ ആരംഭിച്ചതോടെ സൈറന്റെ മനസ്സമാധാനം പതിയെ നഷ്ടപ്പെടാൻ തുടങ്ങി. ഒന്നിലും അവൾക്ക് തൃപ്തി വരാത്ത പോലെ അവരുടെ ഹണിമൂൺ പീരീഡിന്റെ അവസാനവും അതിനോടകം വന്നെത്തിയിരുന്നു. അവർക്കിടയിലെ പ്രണയത്തിലും വലിയ കുറവ് വന്ന പോലെ സൈറന് ഫീൽ ചെയ്യാൻ തുടങ്ങി. ന്യൂയോർക്കിലേക്കന്ന് പോവാതിരുന്നത്, തന്റെ ഡ്രീം ഫോളോ ചെയ്യാതിരുന്നത് വലിയ മണ്ടത്തരമായി പോയി എന്നൊക്കെ സൈറൻ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തന്റെ പഴയ പാഷന് ഫോളോ ചെയ്യാനും അതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുവാനും സൈറൻ ശ്രമിക്കുന്നു. തന്റെ കുറച്ച് ജുവല്ലറി ഡിസൈൻസും മറ്റ് വിവരങ്ങളും സൈറൻ ന്യൂയോർക്കിലെ ഒരു കമ്പനിക്ക് അയക്കുകയാണ്. സൈറന്റെ ഡിസൈനുകളിലെ മികവും അതിന്റെ വിലക്കുറവും ഒക്കെ കാരണം കമ്പനി അതിൽ ഇൻട്രസ്റ്റഡ് ആകുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും സൈറൻ ഇക്കാര്യങ്ങളൊന്നും മെഹ്മത്തിനോട് പറഞ്ഞിരുന്നില്ല. ഒരു ദിവസം വളരെ യാദൃച്ഛികമായി മെഹ്മത്ത് ഈ വിവരം സ്വയമേ മനസ്സിലാക്കുകയാണ്. സൈറൻ തന്നോടിത് പറഞ്ഞില്ലല്ലോ എന്നത് മെഹ്മത്തിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും മെഹ്മത്ത് സൈറനോടൊന്നും തന്നെ ചോദിച്ചില്ല. അവളായി തന്നെ വന്ന് പറയട്ടെ എന്ന് സ്വയം ചിന്തിച്ച് കാത്തിരുന്നു. പതിയെയാണെങ്കിലും അവർക്കിടയിൽ വല്ലാത്തൊരു ശീതയുദ്ധം ആരംഭിക്കുന്നുണ്ടായിരുന്നു. അകൽച്ചയും വളർന്നു വന്നു. സൈറൻ പറയുമെന്ന് കരുതി മെഹ്മത്ത് കാത്തിരിക്കുമ്പോൾ മറുവശത്ത് സൈറനാകട്ടെ പറഞ്ഞാൽ മെഹ്മത്ത് അത് എങ്ങനെ എടുക്കും, ന്യൂയോർക്കിൽ പോകാൻ മെഹ്മത്ത് സമ്മതിക്കുമോ എന്നൊക്കെയുള്ള ആശങ്കകളിലായിരുന്നു. അതുകൊണ്ട് സൈറനും പറയാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഒരു ദിവസം സൈറൻ തന്റെ ജോലിയുടെ ഭാഗമായി ഷൂട്ടിനിടയിൽ നിൽക്കുമ്പോൾ മെഹ്മത്ത് അവളെ ഫോൺ വിളിച്ചു. ഒന്നും രണ്ടും പറഞ്ഞു തുടങ്ങിയ സംസാരം ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കടന്ന് വലിയ വാക്കുതർക്കത്തിലേക്ക് നീണ്ടു. അന്ന് വീട്ടിൽ തിരികെ എത്തിയപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞ് പലതിലേക്കും കടന്ന് ഉള്ളിലെ വിദ്വേഷം മുഴുവൻ പുറത്തെടുത്ത് ഇരുവരും സംസാരിച്ചു. ഇരുവർക്കും ഇടയിലെ പ്രശ്നങ്ങൾ വഷളാവുകയായിരുന്നു. അധികം വൈകാതെ അടുത്ത ദിവസം മെഹ്മത്തിന്റെ ഫോണിൽ മെഹ്മത്ത് മറ്റൊരു യുവതിയുമായി ചാറ്റ് ചെയ്തതും സൈറന്റെ കണ്ണിൽപ്പെട്ടു. അതോടെ ആ പെൺകുട്ടി ആരാണ്, എന്തിനാണ് ചാറ്റ് ചെയ്തത് എന്നൊക്കെ ചോദിച്ചും സൈറൻ വിഷയമുണ്ടാക്കാൻ തുടങ്ങി. അത് തനിക്ക് പരിചയമുള്ളൊരു പെൺകുട്ടിയാണെന്നും കുറച്ചു ദിവസം മുമ്പ് പരിചയപ്പെട്ടതാണെന്നും ചാറ്റിൽ വേറൊന്നുമില്ല, ഒരു നോർമൽ ചാറ്റ് മാത്രമാണത് എന്ന് മെഹ്മത്ത് വിശദീകരിച്ചു. സൈറണും അതൊരു നോർമൽ ചാറ്റാണ് എന്നറിയാമായിരുന്നെങ്കിൽ പോലും ന്യൂയോർക്കിന്റെ കാര്യമൊന്നും തന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയിരുന്ന മെഹ്മത്തിനെതിരെ അവൾക്ക് സംസാരിക്കാൻ കിട്ടിയ കച്ചിത്തുരുമ്പായതിനാൽ അവൾ അതിൽ പിടിച്ചു കയറി. അതിനെപ്പറ്റി ചോദ്യം ചെയ്യാനും മറ്റും ആരംഭിച്ചു. പക്ഷേ മെഹ്മത്ത് പറഞ്ഞു, തനിക്കതിൽ മറയ്ക്കാനൊന്നുമില്ല, അത്തരത്തിലെന്തെങ്കിലും ഉദ്ദേശമുണ്ടായിരുന്നേ നിനക്ക് തുറക്കാൻ പറ്റാത്ത വിധത്തിൽ ഞാനത് ഡിലീറ്റ് ചെയ്യേ, ഇല്ലെങ്കിൽ ലോക്ക് ചെയ്തു വെക്കേ, എന്തെങ്കിലും ചെയ്തേനെ. പക്ഷേ ഒന്നും അംഗീകരിക്കാൻ സൈറൻ ഒരുക്കമായിരുന്നില്ല. തലേ ദിവസത്തെ തർക്കത്തെ മുൻനിർത്തി സൈറൻ കൂടുതൽ കത്തിക്കയറി. തങ്ങളുടെ വിവാഹ മോതിരം വരെ ഊരി അവിടെ വെച്ച് ഡിവോഴ്സിന്റെ കാര്യവും പറഞ്ഞ് എഴുന്നേറ്റ് പോയി. അധികം വൈകാതെ സൈറനിൽ നിന്നും ഡിവോഴ്സ് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് മെഹ്മത്തിന് ലഭിച്ചു. വൈകാതെ അതിന്റെ ഭാഗമായുള്ള കൗൺസിലിംഗ് സെഷനിലേക്കും ഇരുവരും എത്തപ്പെടുകയാണ്. അന്ന് കൗൺസിലർ ഇരുവരോടും ചോദിച്ചു, സൈറൻ ചെയ്ത തെറ്റ് കാര്യങ്ങൾ മെഹ്മത്തുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്നതാണ്. മെഹ്മത്തിന്റെ തെറ്റാകട്ടെ സൈറന്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ടും അതുള്ളിൽ വെച്ച് മെഹ്മത്ത് അവളോട് ചോദിക്കാതിരുന്നു. ഒരു ഘട്ടത്തിൽ വഴക്കുണ്ടാക്കുകയുമുണ്ടായി. പറയുമ്പോൾ രണ്ടുപേരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്. പിന്നാലെ കൗൺസിലർ ഒരു കാര്യം കൂടി ചോദിച്ചു, നിങ്ങൾ ആലോചിക്കുക, ഒരുപക്ഷെ നിങ്ങൾ രണ്ടാളും ഇന്നാണ് ആദ്യമായി കാണുന്നതെങ്കിൽ നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ട് പ്രണയത്തിലാകുമോ? അവർക്കിരുവർക്കും ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല. അങ്ങനിപ്പോ കണ്ടുമുട്ടിയാലും എന്തു വ്യത്യാസമാ ഉണ്ടാകുന്നത് എന്നായിരുന്നു അവർ ചോദിച്ചത്. ഡിവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുകയാണല്ലോ, അതുകൊണ്ടൊരു ചാൻസ് എടുക്കുവാൻ കൗൺസിലർ അവരോട് പറഞ്ഞു. ന്യൂയോർക്കിലേക്ക് എന്തായാലും ജോലിയുടെ ആവശ്യത്തിന് സൈറന് പോകേണ്ടതുണ്ട്. ഒരു വെക്കേഷൻ മൂഡിൽ മെഹ്മത്തും അവൾക്കൊപ്പം പോവുക. ന്യൂയോർക്കിൽ എത്തിയതും രണ്ടുപേരും അപരിചിതരെ പോലെ മറ്റു രണ്ട് പേരുകളിൽ പരസ്പരം ഇടപഴകാനും ആദ്യം കാണുന്ന പോലെ പെരുമാറാനുമൊക്കെ ആരംഭിക്കുക. അവർക്കിടയിൽ പ്രണയം രൂപപ്പെടുന്നുണ്ടോ എന്ന് വിലയിരുത്തുക ഒരു ടാസ്ക് ആണ്. അതിൽ സക്സസ് ആവുന്നില്ലെങ്കിൽ
വിവാഹമോചനത്തിലേക്ക് കടക്കാം എന്ന് കൗൺസിലർ നിർദ്ദേശിച്ചു. കൗൺസിലറുടെ ആ നിർദ്ദേശപ്രകാരമായിരുന്നു ഇരുവരും ന്യൂയോർക്കിലെത്തിയതും റയാനും സമാന്തയുമൊക്കെയായി അഭിനയിച്ച് ആ ദിവസം മുമ്പോട്ട് കൊണ്ടുപോയതും. വളരെ നാച്ചുറലായി തന്നെ അവർക്കിടയിൽ ഒരു സ്നേഹം വളർന്നിരുന്നു. ഫ്ലാഷ് ബാക്ക് അവസാനിച്ച് കഥ പ്രസന്റിലേക്ക് വരുന്നു. ന്യൂയോർക്കിലായിരുന്ന മുഹമ്മദ് അതേ ഹോട്ടലിൽ തങ്ങുന്ന സൈറന്റെ മുറിയിലേക്ക് വരികയാണ്. തലേ ദിവസം വളരെയധികം അടിപൊളിയായിരുന്നു എന്ന് രണ്ടുപേരും അംഗീകരിക്കുന്നുണ്ടായിരുന്നു. അവരിരുവരും അപരിചിതരെ പോലെ തങ്ങളുടെ സംസാരം തുടർന്നു. പക്ഷേ കൂട്ടത്തിൽ അവരുടെ യഥാർത്ഥ ഐഡന്റിറ്റികളിലേക്ക് തിരികെ വരികയും പരസ്പരം പ്രണയം തോന്നി എന്ന് മുഹമ്മദ് അംഗീകരിക്കുകയും ചെയ്തു. സൈറനും പ്രണയം തോന്നിയെന്ന് പറഞ്ഞെങ്കിലും കാര്യങ്ങൾ അപ്പോഴും പഴയ പോലല്ല എന്ന് സൈറൻ വ്യക്തമാക്കുകയായിരുന്നു. തലേ ദിവസവും നടന്ന കാര്യങ്ങളുമൊക്കെ നമ്മൾ എൻജോയ് ചെയ്തിരിക്കും. പക്ഷേ ഇതിൽ നിന്നും തിരികെ നമ്മൾ ഇസ്താംബുളിലേക്ക് എത്തിയാൽ ഒക്കെ വീണ്ടും പഴയ പോലാകും. തിരികെ എത്തി ഞാൻ പഴയ ജോലിയിലേക്ക് പോയാൽ എനിക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ സാധിക്കില്ല. എനിക്ക് ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ ന്യൂയോർക്കിൽ ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്ത് ഞാൻ ഇവിടെ ജീവിക്കണം. മുഹമ്മദിനാണെങ്കിൽ ന്യൂയോർക്കിൽ താമസിക്കാൻ താല്പര്യവുമില്ല. മറ്റെന്തെങ്കിലും വഴി കണ്ടെത്താം എന്നായിരുന്നു മുഹമ്മദ് പറഞ്ഞത്. ഒന്നിച്ച് ജീവിക്കുവാൻ രണ്ടുപേർക്കും ആഗ്രഹമുണ്ട് എന്ന് വ്യക്തമാകുന്നുണ്ടെങ്കിലും ഇരുവരുടെയും സാഹചര്യങ്ങളും താല്പര്യങ്ങളും രണ്ടാണ് എന്നും അവിടെ വെച്ച് ക്ലിയർ ആകുന്നുണ്ടായിരുന്നു. മുഹമ്മദ് തന്റെ കരിയർ ഫോക്കസ് ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ തനിക്കും തന്റെ കരിയർ ഫോക്കസ് ചെയ്യണം എന്ന് സൈറൻ മുഹമ്മദിനോട് ആവശ്യപ്പെടുകയാണ്. പക്ഷേ മുഹമ്മദ് പറഞ്ഞു, ഇപ്പോ ഞാൻ ചെയ്യുന്ന ജോലി നിനക്ക് വേണ്ടി ഞാൻ കണ്ടെത്തിയതാ. എന്റെ താല്പര്യങ്ങൾ, എന്റെ മ്യൂസിക് ഒക്കെ നിനക്ക് വേണ്ടി അന്നേ ഞാൻ ഉപേക്ഷിച്ചതായിരുന്നു. ഒന്നും രണ്ടും പറഞ്ഞ് അവർക്കിടയിൽ വീണ്ടും സംസാരവും തർക്കങ്ങളും തുടങ്ങി. സൈറൻ അന്ന് ചാറ്റ് ചെയ്ത പെൺകുട്ടിയെ പറ്റി ചോദിച്ചപ്പോ അവളുമായി തനിക്ക് വേറൊരു ബന്ധവുമില്ലെന്നും നിന്നെ ഞാൻ ചതിച്ചിട്ടുമില്ല എന്നും മുഹമ്മദ് തീർത്തു പറയുകയാണ്. മാത്രമല്ല മുഹമ്മദ് അപ്പോൾ ഒരു കാര്യം ചോദിച്ചു, നീ നിന്റെ ബോയ് ഫ്രണ്ടിനെ പണ്ടുവിട്ടിട്ടല്ലേ എന്റെ കൂടെ വന്നത്, എന്നിട്ടാണോ നീ എന്നെ സംശയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നായിരുന്നു അത്. അത് സൈറനെ വലിയ രീതിയിൽ മോശക്കാരിയാക്കി ചിത്രീകരിക്കുന്നത് പോലായിരുന്നു. ഇരുവരുടെയും ഉള്ളിൽ വീണ്ടും പ്രശ്നങ്ങൾ വളരുകയാണ്. ഒരു ഘട്ടത്തിൽ എന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലാത്ത ഒരുവളുടെ കൂടെ ജീവിക്കാൻ എനിക്കും താല്പര്യമില്ല എന്ന് കട്ടായം പറഞ്ഞ് മുഹമ്മദ് ഇറങ്ങിപ്പോരുന്നു. അവിടെ നിന്ന് പോയ ശേഷം മുഹമ്മദിന് കുറച്ച് തിരിച്ചറിവ് വരുന്നുണ്ട്. തിരികെ ഇസ്താംബുളിലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് മുഹമ്മദ് സൈറനായി ഒരു ലെറ്റർ ഏൽപ്പിച്ചിരുന്നു. ആ ലെറ്റർ സൈറന്റെ കയ്യിൽ കിട്ടി. സൈറൻ അത് വായിച്ചു. സൈറൻ, ഞാൻ പറഞ്ഞതൽപ്പം കടന്നുപോയി, എന്നോട് ക്ഷമിക്കണം. നിന്റെ കൂടെ നിന്ന് നിന്റെ സ്വപ്നങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ കഴിയുന്ന ഒരാളാണ് ഞാനെന്ന് നിനക്ക് തോന്നുന്നില്ലേ? ഒരു നിമിഷത്തിൽ പോലും എന്നോട് നിനക്ക് സ്നേഹം തോന്നിയിട്ടില്ലേ? ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് നീ ചിന്തിച്ചിട്ടില്ലേ? അങ്ങനൊന്നും എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ലെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ മടങ്ങിപ്പോവുകയാണ്. കത്ത് വായിച്ചതും അതിലെ വാക്കുകൾ സൈറന്റെ മനസ്സിനെ ഇളക്കുവാൻ ആരംഭിച്ചിരുന്നു. കാര്യം വഴക്കൊക്കെ ഉണ്ടെങ്കിലും മുഹമ്മദിനെ സൈറൻ അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്താംബുളിലേക്ക് അവൻ മടങ്ങിപ്പോകുന്നതിന് മുമ്പ് എയർപോർട്ടിലേക്ക് സൈറൻ ഓടിച്ചെല്ലുകയാണ്. പക്ഷെ അങ്ങോട്ടേക്ക് എത്തിയപ്പോഴേക്കും സൈറൻ വൈകിപ്പോയിരുന്നു. ഇസ്താംബുളിലേക്കുള്ള വിമാനം ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് സൈറന് അകത്തേക്ക് പോകുവാൻ അനുവാദം ലഭിക്കുന്നില്ല. പക്ഷേ ഇതേ സമയം മറുവശത്ത് അങ്ങനെ പോകാൻ സാധിക്കാതെ മുഹമ്മദും തിരികെ ഇറങ്ങി വരികയായിരുന്നു. ഒരു ഘട്ടത്തിൽ ഒരു ഗ്ലാസിന്റെ രണ്ടു വശത്തു നിന്ന് ഇരുവരും കണ്ടുമുട്ടുകയാണ്. എയർപോർട്ട് ക്രൂ ഇതൊക്കെ കണ്ടാകെ പ്രതിസന്ധിയിലാകുന്നുണ്ടെങ്കിലും പരസ്പരം ഒന്നിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ടുപേരെ പിരിക്കുവാൻ അവർക്കും താല്പര്യമുണ്ടായിരുന്നില്ല. അതോടെ അവരിരുവരും വീണ്ടും ഒന്നിക്കാൻ സാഹചര്യമൊരുങ്ങുന്നു. സന്തോഷത്തോടെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് അവരൊന്നിക്കുന്ന ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.